അപ്പോൾ ഈ ഒരു കേൾക്കുന്ന ഒരു നോയ്സ്, നമ്മൾ ഈ കാണുന്ന ഒരു ബുഷ്, അത് തേയ്മാനം വന്നിട്ട് പൊട്ടുക, അല്ലെങ്കിൽ ആ ഒരു ഹോളിൽ നിന്ന് അത് റിമൂവ് ആയി പോവുക എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു വോയിസാണത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോസസ്സാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ആ വിരൽ തൊടുന്ന ആ ഒരു ഏരിയയിൽ ഒരു ഹോള് കാണാം. അവിടെയാണ് നമ്മളത് ഫിക്സ് ചെയ്യേണ്ടത്. അത് ഡയറക്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത്, അതിൻ്റെ സെൻസറിൻ്റെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്, ബാക്ക് ബ്രേക്കിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു സ്പ്രിങ് ആണ്. അത് നമ്മൾ റിമൂവ് ചെയ്യുക. ഒരു കുളത്ത് പോലെയുള്ള ഒരു സ്പ്രിങ് ആണ്, അതിൻ്റെ എൻ്റെ വശത്ത് കുളത്ത് പോലെയുള്ള ഒരു സ്പ്രിങ് ആണത്. അത് നമ്മൾ റിമൂവ് ചെയ്യുക. കുറച്ച് താഴോട്ടൊന്ന് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോളിൽ നിന്നും അത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ബാക്ക് ലൈനറിൻ്റെ ആ ഒരു നട്ട് നമ്മൾ ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ലൂസ് ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിളിൽ അത് കിട്ടണം. ആ ലിവർ ഈ ഒരു ആംഗിളിൽ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് അവിടുന്ന് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ലൈനർ മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നല്ല ഒരു വീതിയിൽ തന്നെ ആ ഒരു നമുക്ക് കൈയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ലീവർ താഴോട്ട് വന്നിട്ടുണ്ട്. എൻഡിൽ ആണ് ഞാനിപ്പോൾ ആ ഒരു നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആ ബുഷ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ആ ബുഷിൻ്റെ തെറ്റത്ത് വരുന്ന ഒരു ഗ്രിപ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട്. ഡയറക്റ്റ് അത് കയറില്ല. അതുകൊണ്ടാണ് അതിനു മുമ്പേ നമ്മൾ ആ ഒരു ഏരിയ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നോർമലായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്യാം. അവിടെ ഇഷ്ടംപോലെ ഡേർട്ടും കാര്യങ്ങളൊക്കെ, തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല, ആ ഒരു ഹോള് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മുടെ ബുഷ് റെഡിയാക്കി വെക്കുക. അതിൻ്റെ എൻഡിൽ വരുന്ന ഒരു ചെറിയൊരു പോർഷൻ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഏരിയ. ലിവർ കുറച്ച് താത്തി വെച്ചാൽ മതി. ഒന്നുകിൽ നമ്മൾ തന്നെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവൻ താത്തി വെക്കാൻ പറയാം. ശേഷം ഇവിടെ കാണുന്ന ആ ഒരു ത്രെഡാണത്, റൗണ്ട് ഷേപ്പിലുള്ള ത്രെഡ്, അത് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കാനുണ്ട്. പെട്ടെന്ന് അത് കയറില്ല. ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ അത് വെക്കുക. അതിനുശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവേഴ്സ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടൈപ്പുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഈസി ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബുഷ് കറക്റ്റ് ഫിറ്റായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഫ്രീ ആയിട്ടത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ആ കാര്യമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബുഷിന് ഏകദേശം ഞാൻ വാങ്ങിച്ചത് ഒരു 15 രൂപ റേറ്റിലാണ്. പല MRPയിലും ഇത് അവൈലബിൾ ആണ്. നോർമൽ സ്പെയർ പാർട്സ് കടയിൽ നിന്ന്, ബൈക്കിൻ്റെ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഒരു നോയ്സ് ഇല്ലാതാക്കും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ തേയ്മാനം, ഇത് ഡയറക്റ്റ് മെറ്റൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ ആണിത്. ആ ബുഷ് തേയ്മാനം വന്നിട്ട് ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ റിമൂവ് ആയിട്ട് ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ്. അതിനുശേഷം നമ്മുടെ ഇവിടെ ആ ബാക്ക് ബ്രേക്കിൻ്റെ സെൻസർ, അതിൻ്റെ സ്പ്രിങ് നമ്മൾ വീണ്ടും കണക്ട് ചെയ്യാണ്. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഈസി ആയിട്ട് നമുക്കിവിടെ കാണാം കറക്റ്റ്. അപ്പോൾ ആ ഒരു രണ്ട് മെറ്റൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ആ ബുഷ് ആ മെറ്റലിൻ്റെ നടുവിലായിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്, സ്റ്റോപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കൂടുകയും
ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബിഫോറും ആഫ്റ്ററും വ്യൂ കാണാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ മെക്കാനിക്കിനെ കാണേണ്ട ഒരു കാര്യമില്ല. നമുക്ക് തന്നെ ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വാല്യൂ ആയിട്ടുള്ള സജഷൻസ്, കമൻറ്റ്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.